അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഓൺലൈൻ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന തരത്തിൽ ഗൂഗിളിൻ്റെ പുതിയ AI ടൂൾ വന്നിട്ടുണ്ട്. ട്രൈ ഓൺ എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. നമ്മൾ ഓൺലൈൻ ക്ലോത്ത്സ് അല്ലെങ്കിൽ അപ്പാരലെല്ലാം വാങ്ങിക്കുമ്പോൾ ആകെ ഉണ്ടായിരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല എന്നുള്ളായിരുന്നു. നമ്മൾ ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ പോകണമെങ്കിൽ നമുക്ക് ട്രയൽ റൂംസിൽ പോയിട്ട് കണ്ണാടി റൂമിൽ ഇട്ട് നോക്കാം, ഫോട്ടോ എടുത്ത് നോക്കാം, ആ ഒക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംഭവം ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് ഓൺലൈൻ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നുള്ള ഈ ഒരു ഫീച്ചർ കംപ്ലീറ്റ്ലി റെവല്യൂഷനൈസ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. കാരണം നമുക്ക് വാങ്ങിച്ചു നോക്കണമെങ്കിൽ അതിനാകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളാകെ നമ്മളൊരു ഫുൾ സൈസ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഏത് ഡ്രസ്സ് ചൂസ് ചെയ്താലും അത് നമ്മളിട്ട് കാണുന്ന തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പാരൻ്റ്ലി ഇതിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ലെങ്കിലും US അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് VPN സെറ്റ് ചെയ്തിട്ട് US ലൊക്കേഷൻ ആക്കിയിട്ട് USൻ്റെ ഗൂഗിളിൽ കയറിയിട്ട് ഞാനത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനായിട്ട് ഗൂഗിളിൻ്റെ USലുള്ള ഗൂഗിൾ ഷോപ്പിംഗിൻ്റെ വെബ്സൈറ്റിൽ കയറുക. അതിൻ്റെ അകത്തുള്ള അപ്പാരൽ ലിസ്റ്റിംഗ് എല്ലാം നമുക്ക് ഇട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും അതുപോലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫാഷൻ സൈറ്റ്സിലും ഇത് ഗൂഗിൾ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇതിനുമ്പോൾ ഇങ്ങനെ ഒരു ഫീച്ചർ ലെൻസ് കാർഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ. നമുക്ക് സ്പെക്ടക്കിൾസും സൺഗ്ലാസ് ഒക്കെ ഫേസ് സ്കാൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്തതെന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നാലും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയാം. അപ്പോൾ ആദ്യം ട്രൈ ഓൺ എന്ന് ഗൂഗിൾ ഷോപ്പിംഗിൽ കയറിയിട്ട് അതിൻ്റെ ട്രൈ ഓൺ കോർണറിലുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജ് വരും. അതിൻ്റെ അകത്ത് ഞാൻ മെൻസ് വെയർ സെക്ഷനിൽ കയറിയിട്ട് ഇവിടെ ഓൾറെഡി കുറേ ക്ലോത്ത്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഡെനിം ഷർട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ നോക്കിയത്. അപ്പോൾ അതിൻ്റെ അത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ആദ്യം ഞാൻ എൻ്റെ ഈ ഒരു ഫുൾ സൈസ് പിക്ചറാണ് അപ്ലോഡ് ചെയ്ത്. അത് അപ്ലോഡ് ചെയ്യും ഫുൾ സൈസ് എന്തായാലും പിക്ചറാണ്, കാരണം നമ്മുടെ ബോഡി ഷേപ്പും ഹൈറ്റ് എല്ലാം അതിൻ്റെ അകത്ത് നിന്ന് അവർ ചെക്ക് ചെയ്യുന്നത്. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണിക്കുന്നത് ട്രൈ ഓൺ എന്ന് പറഞ്ഞ ഫീച്ചർ ക്രിയേറ്റിംഗ് ദ ലുക്ക് AI images may include mistakes, fit and appearance won't be exact എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അവരൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് വരുമെന്ന് അറിയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ആ പറയുന്ന ഡെനിം ഷർട്ടും ബ്ലാക്ക് പാൻസ് ഇട്ടപ്പോൾ എൻ്റെ ലുക്കായിട്ട് കാണിക്കുന്നത്. ഇതുപോലെ ഇതിൽ കാണാവുന്ന ലിസ്റ്റിങ്ങിലുള്ള ഏത് ഡ്രസ്സ് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം. അത് ബേസിക്കലി ഈ ഡെനിം ജാക്കറ്റ് ഞാൻ ഈ ഡ്രസ്സുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് എൻ്റെ ലുക്കായിട്ടാണ് ഇതിങ്ങനെ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ബേസിക്കലി എനിക്കിത് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഏകദേശം ലുക്ക് കിട്ടും. അപ്പോൾ ഞാൻ വേറൊരു ഡ്രസ്സ് ചൂസ് ചെയ്ത് താഴെയുള്ളൊരു സ്ട്രൈപ്ഡ് ടീഷർട്ട് യെല്ലോ ആൻഡ് വൈറ്റ് സെർച്ച് ചെയ്തപ്പോൾ ഇതാവുന്നത്. അതുപോലെ തന്നെ ഒരു ബാഗി സ്ലീവ്ലെസ് ടീഷർട്ടും അതുപോലെ ബാഗി ജീൻസും സെലക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ വന്ന്. ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാറ്റലോഗിലുള്ള ഇതൊരു ഭയങ്കര റിലാക്സ് ഫിറ്റ് ആയുള്ള ലിനൻ സ്യൂട്ടാണ്. ഇതൊരു ഡെനിം ജം സ്യൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ലിസ്റ്റിംഗ് എന്നുള്ള ഏത് ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്താലും നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ലുക്സ് കിട്ടും. ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനുള്ള എല്ലാ സാധനങ്ങളും നമുക്കിങ്ങനെ വെച്ചാൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനത്തെ ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അർമാനയുടെ സാറുടെയൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്യൂട്ട്സും അതുപോലെ ഹാക്കറ്റിൻ്റെ ടീഷർട്ടൊക്കെ ആളുകൾ വാങ്ങിക്കാതെ തന്നെ ഇതുപോലെ ട്രൈ ഔട്ട് ഫീച്ചർ വെച്ച് ട്രൈ ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പോകുക. ഇത് ഗോയിങ് ഫോർവേഡ് കുറേ കൂടി റിഫൈൻഡ് ആവും, കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ഇനി കിട്ടുന്നതായിരിക്കും. ഏതായാലും നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഗൂഗിൾ ഇന്ത്യയിൽ കിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ VPN വെച്ച് ഗൂഗിൾ USA കയറിയിട്ട് അതിൻ്റെ അകത്ത് ഗൂഗിൾ ഷോപ്പിംഗിൽ കയറിയിട്ട് ട്രൈ ഓൺ എന്ന് പറഞ്ഞ ഫീച്ചർ എടുത്ത് നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനത്തെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ട് റെവല്യൂഷനൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി AI ഇതുപോലത്തെ ഒരുപാട് ടൂൾസ് ഇനി കംപ്ലീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പുതിയ ടൂൾസ് വരുമ്പോൾ നമ്മൾ അറിയാതെ പോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനത്തെ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിളിൻ്റെ AI ടൂൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആവുന്ന തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.